ബിൽഡിംഗ് മെയിൻ്റനൻസ് സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ രണ്ടാമത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസ്. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമ്മളൊരു പേപ്പറാക്കി എടുത്ത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് കോൺസിക്വൻസ് ഓഫ് ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റിയാണ്. ഡ്യൂറബിലിറ്റിയുടെ പര്യാപ്തത കൊണ്ട് അല്ലെങ്കിൽ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസുകൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. എന്തൊക്കെയാണ് ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റി കൊണ്ട് നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസ്. നമുക്ക് ഫസ്റ്റ് കോൺസിക്വൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്നാണ് പറഞ്ഞത്. ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. നമുക്കറിയാവുന്ന കാര്യമാണിത്. അധികം കാലങ്ങൾ നിൽക്കാത്തൊരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് എന്ത് ചെയ്യും, ആദ്യം തന്നെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു കോൺക്രീറ്റിൽ ഒരിക്കലും ഡ്യൂറബിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം എങ്ങനെ ഈ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുക? എന്താ നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവാൻ ചെയ്യുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നത്? കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ നഷ്ടപ്പെടുന്നത്? നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് സ്ട്രക്ചറൽ ഡിസൈനറൊക്കെ എന്താ ചെയ്യും, സ്ട്രക്ചറൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ഉഷാറാക്കി വെച്ച ഒരു സ്ട്രക്ചർ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തെത്തുമ്പം അതിന് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷനിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്യാത്തത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രശ്നങ്ങൾ, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ അതിൻ്റെ അഗ്രിഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മിക്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, പ്രോപ്പർ മിക്സിങ് വന്നിട്ടില്ലെങ്കിൽ, ബാച്ചിങ് കറക്റ്റ് അല്ലെങ്കിൽ ഒക്കെ അതിൻ്റെ സ്ട്രെങ്ത് ലോസ് ആവാൻ കാരണമാകും. എന്താണ് ബാച്ചിങ്? നമുക്കറിയാം അല്ല, അതിലേക്ക് വേണ്ട അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ നമ്മൾ ഒരു അളവിന് ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുന്ന ഒരു സംഭവത്തെ പറയുന്ന പേരാണ് ബാച്ചിങ്. ബാച്ചിങ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഇനി നിങ്ങൾക്ക് കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് അടുത്ത എലക്റ്റീവ് വരാനുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ബാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള മിനറൽസ് എത്രയാണ് വേണ്ടത് ആ അളവിനനുസരിച്ച് എടുക്കുക. 2-3 ടൈപ്പ് ബാച്ചിങ് ഉണ്ട്, അല്ലേ? വോളിയം ബാച്ചിങ് ഉണ്ട്, വെയിറ്റ് ബാച്ചിങ് ഉണ്ട്, അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, അതുപോലെ മെഷീൻ മിക്സിംഗ് ഉണ്ട്. അപ്പം പ്രോപ്പർ മിക്സിംഗ് ഇല്ലെങ്കിലൊക്കെ അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ചില ആൾക്കാരൊക്കെ നമ്മൾ സാധാരണ സൈഡിലേക്ക് കാണാറുണ്ട്, കോൺക്രീറ്റ് ഒന്ന് ഈസി ആവാനും വേണ്ടി അത് കൊണ്ടുപോകാനും ഇട്ട് കുഴയൊക്കെ അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനൊക്കെ സുഖത്തിന് വേണ്ടി ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം കൂടുന്തോറും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. ഒരു ബാഗിലേക്ക് വേണ്ട ആവറേജ് M20 കോൺക്രീറ്റ് ആണെങ്കിൽ അതിലേക്ക് വേണ്ട ആവറേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ 30 ലിറ്റർ വാട്ടറാണ്. അതിൽ ഓരോ ലിറ്റർ വാട്ടർ കൂടുന്തോറും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. എന്നാൽ വെള്ളം തീരെ ഉപയോഗിക്കാമെന്നാലോ അതിൽ പ്രോപ്പർ മിക്സിങ് നടക്കൂല, വർക്കബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് വർക്കബിലിറ്റി, കറക്റ്റ് മിക്സിങ്ങിൽ നമുക്ക് വേണ്ട ഒരു ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ 28 ലിറ്റേഴ്സാണ്. അതായത് 30 ലിറ്റർ എന്ന് നമ്മൾ പറയാം. അപ്പോൾ കറക്റ്റ് അളവിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഒക്കെ കറക്റ്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ട്രെങ്ത്തിനെ ബാധിക്കും, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ കൊണ്ട് പ്ലേസ് ചെയ്തു കോൺക്രീറ്റ്. നമ്മൾ ബീമാണെങ്കിൽ ബീമിൻ്റെ മൗൾഡിൽ, കോളമാണെങ്കിൽ കോളത്തിൻ്റെ മൗൾഡിൽ, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി നമ്മൾ സെൻറ്ററിങ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, കോൺക്രീറ്റ് ഇട്ടു. അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്താണ്? നമ്മളതിന് കോമ്പാക്റ്റ് ചെയ്യണം, അല്ലേ? കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ആ കാര്യങ്ങൾ എല്ലായിടത്തും ഇറങ്ങി കിടക്കും.
ഈ ചിത്രം നോക്കി നിങ്ങൾ, ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത് ഒന്ന് പറഞ്ഞേ, എന്താ നിങ്ങളുടെ ഒരു ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇത് എന്താ സംഭവിച്ചിട്ടുള്ളത്? കോൺക്രീറ്റിന്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോമ്പാക്ഷൻ നടന്നിട്ടില്ല അല്ലേ, കറക്റ്റായിട്ടുള്ള കോമ്പാക്ഷൻ നടന്നിട്ടില്ല. കോമ്പാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ട് കുത്തുന്ന സംഭവം, കമ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇറക്കുന്ന സംഭവം. ചില സമയത്ത് ഇപ്പം നമ്മൾ വൈബ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കോൺക്രീറ്റ് മാത്രമേ ഇപ്പോൾ നമ്മൾ അങ്ങനെ റാഡൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള മുളയൊക്കെ വെച്ചിട്ടുള്ള കോമ്പാക്ഷൻ നടത്താറുള്ളൂ. ശരിക്കും കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കോമ്പാക്ഷൻ ചെയ്തില്ലെങ്കിൽ എല്ലായിടത്തും കോൺക്രീറ്റിൻ്റെ കാര്യങ്ങൾ എത്തൂല. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണാൻ നമുക്ക് എന്താണ്, അതിൽ സിമെൻറ്റ് എല്ലായിടത്തും ഇറങ്ങിയിട്ടില്ല. പല സ്ഥലത്തും കല്ലുകൾ ഇങ്ങനെ പുറത്ത് കാണാറുണ്ട് ഇല്ല, ഈ സാധനം ഒരുപാട് സ്ഥലത്ത് കാണാറുണ്ട്. ഇതിന് വലിയ ഡ്യൂറബിലിറ്റി ഉണ്ടാവുമോ? നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾ ചില സമയത്തൊക്കെ ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ഈ സ്ലാബിലൊക്കെ ഇങ്ങനെ കാണാറില്ലേ പല സ്ഥലത്തും, അതൊക്കെ കുറവാണ്, പല സ്ഥലത്തും പല ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അവിടെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ഇത് ഈ ചിത്രത്തിൽ കണ്ടില്ലേ, അതിലൂടെ വെള്ളങ്ങൾ ഒഴിച്ചിട്ട് അപ്പുറത്തൂടെ വെള്ളം പോരുന്നുണ്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ഹണി കോമ്പിംഗ് എന്നാണ്. ഈ ഒരു കേടിന് പറഞ്ഞ പേര് ഹണി കോമ്പിംഗ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ അതിന് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ഈ ഒരു സംഭവത്തിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് അല്ലേ, ഇതാരെയും പൊളിച്ചതല്ല, ഇത് പൊളിച്ചതിൻ്റെ ആൾ അതിൻ്റെ അകത്തുണ്ട്, ഇങ്ങനെ തലയാട്ടിക്കുന്നുണ്ടല്ലോ അതിനകത്ത്. ആരെ പൊളിച്ച്? അതിനകത്തുള്ള കമ്പിയാണ്. ആ കമ്പി പുറത്തേക്ക് വന്നു. ആ കമ്പി പുറത്തേക്ക് വന്നിട്ട് സംഭവിച്ചതാണ് എന്ത്, ഇങ്ങനെ ഒരു പൊളിയൽ. ആ കമ്പി റെസ്റ്റ് പിടിച്ചു, തുരുമ്പിച്ചാൽ എന്താണ്, കമ്പി തുരുമ്പിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കമ്പിയുടെ വോളിയം കൂടും. കമ്പിയുടെ വോളിയം കൂടി കഴിഞ്ഞാൽ കമ്പി ആ വികസിച്ചാൽ അതിന് നിൽക്കാൻ സ്പേസ് പോരാതെ വരും. അപ്പം അതെന്ത് ചെയ്യും, അതിന് ചുറ്റുമുള്ള അതിനെ കോട്ട് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനൊക്കെ തള്ളും. ആ കോൺക്രീറ്റ് തള്ളുമ്പോൾ എന്താണ്, കോൺക്രീറ്റ് പൊളിഞ്ഞു പോരും അല്ലേ. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ രണ്ടാമത് കണ്ട ചിത്രം നോക്ക്. ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇത് പ്രശ്നം ആരുതാണ്, നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ ശ്രദ്ധ കുറവാണ്. നമ്മളതിലേക്ക് ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണോ, അതായത് തുരുമ്പില്ലാത്ത റീഇൻഫോഴ്സ്മെൻ്റ് ആണോ? ഇത് റീഇൻഫോഴ്സ്മെൻറ്റ് തുരുമ്പിടിച്ചതാണ്. റീഇൻഫോഴ്സ്മെൻറ്റിന് കറക്റ്റ് തുരുമ്പുള്ളതാണോ അല്ല എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം, ചെക്ക് ചെയ്തിട്ട് വേണം അത് കോൺക്രീറ്റിൽ ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇത് കോൺക്രീറ്റിൻ്റെ ലൈഫിനെ കുറക്കും, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറക്കും. നിങ്ങൾ SD1 ഈ സെമ്മിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തുകൊണ്ട് കോൺക്രീറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റിന് ബലക്ഷയം വന്നാൽ അതിന് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ കഴിയില്ല, അത് കോൺക്രീറ്റിനെ നശിപ്പിക്കും. അപ്പം നമ്മളെ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എത്രത്തോളം ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഡ്യൂറബിലിറ്റി ഇല്ലാത്തൊരു ബിൽഡിങ്ങിന് കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല, ആ ബിൽഡിംഗ് പെട്ടെന്ന് പൊളിയാൻ കാരണമാവും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കാണാറുണ്ട് അല്ലേ. അപ്പം ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത് ലോസ് ഓഫ് സർവീസബിലിറ്റി. ആവശ്യത്തിന് ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ സർവീസബിലിറ്റി നഷ്ടപ്പെടും. എന്താ സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഈ ഒരു പ്രശ്നം കാണാറുണ്ട് നമ്മൾ അല്ലേ, വീടുകളിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പ്രശ്നമാണിത്. നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും പറയുന്നില്ല, കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള വാർപ്പിൻ്റെ വീട്, നമ്മൾ കോൺക്രീറ്റ് സ്ലാബ്, ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിൽ മിക്കവാറും ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നം. എന്താണ് ഈ പ്രശ്നം? ലീക്ക് അല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം മഴക്കാലമാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വന്നു. എവിടെ നിന്നൊക്കെയാണ് വെള്ളം ചാടി വരുന്നത് നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. അതിൻ്റെ ലീക്കിനെ നമ്മൾ കണ്ടെത്താൻ തന്നെ ഒരുപാട് പണി പാടും. ഇതിന് എന്താ ഈ സംഭവം? എന്താ കോൺക്രീറ്റിൻ്റെ പ്രശ്നമാവാം, എൻ്റെ ഡ്യൂറബിലിറ്റി ഇല്ല എന്നാണ് അതിന് തെളിയിക്കുന്നത് അല്ലേ. ആ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ ധർമ്മം കഴിഞ്ഞിട്ടുണ്ട്, അതിന് സർവീസബിലിറ്റി നൽകാൻ കഴിയുന്നില്ല. കാരണം അവിടെ നമുക്ക് ഒരു ഭയം, അതവിടെ താമസിക്കാൻ ഭയം. ഒരുപാട് ലീക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കോൺക്രീറ്റിന് താഴെ നമുക്ക് എങ്ങനെ ധൈര്യമായിട്ട് കഴിയാൻ കഴിയും? അവിടെ നമുക്ക് സർവീസബിലിറ്റി ഇല്ല, നമുക്കൊരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യില്ല. അപ്പോൾ ആ ഒരു സർവീസബിലിറ്റി ഉണ്ടാകൂല. എന്ത് ആവശ്യത്തിനുള്ള ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ ഇതിന് സർവീസബിലിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ സർവീസബിലിറ്റി നഷ്ടപ്പെടും അല്ലേ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് കാരണം നമ്മുടെ പാലങ്ങൾ ഇങ്ങനെ കുലുങ്ങുന്നതാണ്. ആ പാലത്തിലൂടെ ധൈര്യമായിട്ട് പോകാൻ കഴിയുമോ? പാലം പൊളിയൊന്നുമില്ല, അതവിടെ കിടക്കും, പക്ഷെ നമുക്ക് പോകാൻ കഴിയില്ല, പേടിയാണ്. ചില ബീമുകളൊക്കെ ഇങ്ങനെ ഡിഫ്ലക്ഷൻ കാണാം, പക്ഷെ അത് ഉണ്ടാക്കിയ സ്ട്രക്ചറൽ ഡിസൈനർ പറയും ഓക്കെ അത് പൊളിയില്ല, പക്ഷേ നമുക്കതിലൂടെ ധൈര്യമായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതാണ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കവിടെ എത്രത്തോളം കംഫർട്ടബിളായിട്ട് നിൽക്കാൻ കഴിയും, അതിൻ്റെ ആ ഒരു ധർമ്മം. ഇപ്പോൾ സ്ലാബ്, റൂഫ് സ്ലാബിൻ്റെ ധർമ്മം എന്താണ്? നമ്മൾ പഠിച്ചു, CME പഠിച്ചിട്ടുണ്ട്. നമ്മുടെ
കഴിഞ്ഞ സെമ്മിൽ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. റൂഫ് സ്ലാബിൻ്റെ ധർമ്മം എന്താണ്? അതിന് ഷെൽട്ടറാണ്. മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളാണ് ആര്? റൂഫ്. റൂഫിന് ഇങ്ങനെ ഒരു ലീക്ക് വന്നാൽ മഴയിൽ നിന്ന് സംരക്ഷിക്കും എന്നുള്ളത് എത്രത്തോളം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അപ്പം ഇത്തരത്തിലുള്ള സർവീസബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു കാരണം. അടുത്ത റീസൺ എന്താണ്? കോൺസിക്വൻസ് ഓഫ് ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റി ഉള്ളത് അൺപ്ലീസൻറ്റ് അപ്പിയറൻസ്. അൺപ്ലീസൻറ്റ് അപ്പിയറൻസ്. ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിൽ അപ്പിയറൻസിന് എന്താണ്? അത്ര ഒരു ഗുണം കിട്ടൂല അല്ലേ? അപ്പിയറൻസ് കുറച്ച് മങ്ങിയിട്ടായിരിക്കും. അത് നല്ലൊരു അപ്പിയറൻസ് ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഒരു എന്താ പറയുക, അതിൻ്റെ കാലം കഴിഞ്ഞു നമുക്ക് ആ ഒരു സാധനം ആ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം. അതിന് ഡ്യൂറബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല മൊഞ്ചിലൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതായത് ബലം ഉണ്ടാകൂല. ഒരു സ്ട്രക്ചർ ആകുമ്പോൾ അതിന് ബലം വേണം, സർവീസബിൾ വേണം, സ്ട്രെങ്ത് വേണം. അപ്പം അപ്പിയറൻസ് മാത്രം പോരാ. പക്ഷെ അപ്പിയറൻസ് ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിനെ അത് ബാധിക്കും. ഡ്യൂറബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇവിടെ പൊളിഞ്ഞതായിട്ടും അതിൻ്റെ പെയിൻറ്റ് പോയതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് കാണാൻ തന്നെ ഒരു അൺപ്ലീസൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും. ഡ്യൂറബിലിറ്റി ആവശ്യത്തിനില്ലെങ്കിൽ ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അൺപ്ലീസൻ്റ് അപ്പിയറൻസ് ആയിരിക്കും. നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് അല്ലേ? അത് ആ ഒരു ബിൽഡിംഗ് പുറമെ തന്നെ കണ്ടാൽ അറിയാം, അതിന് കാലം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം നമ്മൾ അവിടെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് ഇപ്പോൾ ഒരു വീടിന് തിരഞ്ഞ് പോവുകയാണെങ്കിൽ ആ വീടിൻ്റെ അപ്പിയറൻസ് അൺപ്ലീസൻ്റ് ആണെങ്കിലോ അത് പൊളിയാനായിട്ടുണ്ട് നമ്മൾ ധരിക്കുക അല്ലേ? അതിന് ഡ്യൂറബിലിറ്റി കഴിയാനായിട്ടുണ്ട് നമ്മൾ അർത്ഥം. അപ്പം ഈ ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് എന്ത്? അൺപ്ലീസൻ്റ് അപ്പിയറൻസ്. അടുത്തൊരു കോൺസിക്വൻസ് നോക്കാം. ഡേഞ്ചർ ടു പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി. ഡ്യൂറബിലിറ്റി ആവശ്യത്തിനില്ലെങ്കിൽ അത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെയും അതിനകത്തുള്ള പ്രോപ്പർട്ടിക്കും എന്താണ്? ഡേഞ്ചറാണ്, പ്രശ്നമാണ്. അങ്ങനെയല്ലേ? അത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ചിത്രം നോക്കി, എന്താ ഇതിൽ കാണുന്നത്? ഇതിന് ഡ്യൂറബിലിറ്റി ഇല്ല, ഇത് തകർന്നു പോയി. എന്തോ കാരണമാവാം, കാരണം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തകർന്ന് വീണ് കഴിയും എന്ന് തോന്നുന്ന സാധനം. അല്ലെങ്കിൽ അതിന് ഒരു ബിൽഡിങ്ങിന് ഡ്യൂറബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് കാലാവധി കഴിഞ്ഞു, അത് ഈട് നിൽക്കുന്നില്ല. അപ്പം അത് തകർന്നു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്തുള്ള പേഴ്സണും പ്രോപ്പർട്ടിക്കൊക്കെ അത് ഡേഞ്ചറാണ്, വളരെയധികം ഡേഞ്ചറാണ്. നമുക്കത് നമ്മുടെ ഒരു തോട്ട് പവർ വെച്ച് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പം ഇതൊരു പോയിന്റാണ് ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റിയിലെ അടുത്തൊരു പോയിന്റാണ്. അടുത്തൊരു കോൺസിക്വൻ്റ് ആണ് ഡേഞ്ചർ ടു പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ പേരുകളാണ് പഠിക്കേണ്ടത്. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ഒരു തീമിലേക്ക് നിങ്ങൾ എഴുതി മാറ്റുക, എന്നിട്ട് അതിനെ നിങ്ങൾ ചെറിയൊരു നോട്ടാക്കി മാറ്റുക. ഓക്കെ, ഇതിന് നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു നോട്ടിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത ഒരു കോൺസിക്വൻ്റ് എന്താണ്? എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ്. എങ്ങനെയാണ് എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഇത് ഈ ഒരു പോയിന്റിൻ്റെ പ്രത്യേകത? എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ് അല്ലേ? ആലോചിച്ചില്ലേ? എന്താണ് എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡ്യൂറബിലിറ്റി കുറവായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിലൊരുപാട് റിപ്പയറുകൾ വരും, അതായത് മെയിൻ്റനൻസ് വർക്കുകൾ വരും. അപ്പോൾ അതിനൊക്കെ നല്ല കോസ്റ്റ് വരും. നല്ല ഡ്യൂറബിലിറ്റി ഒരുപാട് വീടുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ, കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ റിപ്പയറിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റി ആണെങ്കിൽ ഡ്യൂറബിലിറ്റിയുടെ അപര്യാപ്തത കൊണ്ട്, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ആവശ്യത്തിന് ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് ആണ് എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ്. ഒരുപാട് റിപ്പയർ കോസ്റ്റ് ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാട് നമ്മൾ കോൺക്രീറ്റിലൊക്കെ ഒരുപാട് വീക്ക്നെസ് കണ്ടില്ലേ, അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യേണ്ട ഒരുപാട് കോസ്റ്റുകൾ വരും. അപ്പോൾ ഈ ഒരു റിപ്പയർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസിക്വൻ്റ് ആണ് ഇൻഅഡക്വേറ്റ് ഡ്യൂറബിലിറ്റിയിലുള്ളത്. ഇപ്പോൾ ഒരു ചിത്രത്തിൽ കാണുന്നത് ഒരു ബീം സ്ട്രെങ്ത് പോരാത്തത് കൊണ്ട് റീബാർ ചെയ്യാണ്. അതായത് ബീമിന് പുറത്തുകൂടെ മറ്റൊരു ബാർ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ഗൺ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ റീബാർ ചെയ്യുന്നത് നല്ല കോസ്റ്റാണ്. അപ്പോൾ അതിന് ഡ്യൂറബിലിറ്റി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റീബാറിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാം, പെയിൻറ്റ് പോവുകയാണെങ്കിൽ പെയിൻറ്റ് അടിക്കുന്നതും, അതുപോലെ തന്നെ കോൺക്രീറ്റിന് പ്ലാസ്റ്ററിങ് പൊളിയാണെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കുക, ഇലക്ട്രിക്കൽ വർക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഏതൊരു സംഭവങ്ങളാണെങ്കിലും റിപ്പയർ വരിക എന്ന് പറഞ്ഞാൽ അത്
എക്സ്ട്രാ കോസ്റ്റ് വരുന്നതിൻ്റെ ഒരു കാരണമാണ് അല്ലേ, എക്സ്ട്രാ കോസ്റ്റ് വരാനൊരു കാരണമാകും. അപ്പോൾ ആ കാര്യം അല്ലെങ്കിൽ ആ ഒരു സംഭവം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നൊഡക്കേറ്റ് ഡ്യൂറബിലിറ്റിയിലുള്ള ഒരു കോൺസിക്വൻ്റ് ആണ് എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു വാഹനം എടുത്തു, നമ്മൾ വാഹനത്തിന് എന്നും പണിയാണെങ്കിൽ എന്നും റിപ്പയർ ആണെങ്കിലും എന്താണ് ഒരുപാട് പൈസ വഴിക്ക് നമ്മൾ പോകില്ലേ, അത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒരു ഇൻഡക്കേറ്റ് ഡ്യൂറബിലിറ്റിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് സർവീസ് ലൈഫാണ്. അതിന് സർവീസ് ലൈഫ് കുറയും. സർവീസ് ലൈഫ് കുറയുമെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ബിൽഡിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തോ ഒരു കാര്യത്തിനും വേണ്ടിയാണ് അല്ലേ. വീടാണെങ്കിൽ താമസിക്കാനാണ്, ഓഫീസാണെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യാനാണ്. അതിന് ഇപ്പോൾ നമ്മളൊരു വീട് വാങ്ങുന്നത് ഒരു 10-25 വർഷം അതിൽ ജീവിക്കാനാണ് അല്ലെങ്കിൽ അത് താമസിക്കാനാണ്. നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബിൽഡിംഗ് തരുന്ന സർവീസ് നമുക്ക് ഷെൽട്ടറിങ് ആണ്. അതായത് നമുക്ക് അത്രയും കാലം അതിൽ ജീവിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഒരുക്കി തരിക എന്നുള്ളതാണ്. ഇനിയിപ്പം അങ്ങനെ 25 വർഷം നമ്മളൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ ഇത് വാങ്ങി, പക്ഷെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പം വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീക്ക് വരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ ചുമരുകൾ പൊളിയാൻ തുടങ്ങി, റൂഫുകൾ പൊട്ടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ്, അതിൻ്റെ സർവീസ് ലൈഫ് അവിടെ അവസാനിച്ചു എന്നർത്ഥം. അതായത് അതിന് ഡ്യൂറബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയും കാലം അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് അതിൻ്റെ സർവീസ് ലൈഫ് കുറഞ്ഞു വന്നു. 20 വർഷം അല്ലെങ്കിൽ 25 വർഷം നമ്മളൊരു വീട് വാങ്ങിയപ്പോൾ ഉദ്ദേശിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയപ്പോൾ ഉദ്ദേശിച്ചതെങ്കിൽ 4-5 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ അതിൻ്റെ ഡ്യൂറബിലിറ്റി അതിൻ്റെ കാലാവധി കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെയല്ലേ, നല്ല നഷ്ടം തന്നെയാണ്. അത് ഒരു വലിയൊരു കോൺസിക്വൻസ് തന്നെയാണ്. അപ്പോൾ ഇൻഡക്കേറ്റ് ഡ്യൂറബിലിറ്റിയുടെ മറ്റൊരു കോൺസിക്വൻസ് ആണ് റിഡക്ഷൻ ഓഫ് സർവീസ് ലൈഫ്. അതിന് നല്ല എമൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അടുത്തൊരു പോയിന്റ്, അതായത് അവസാനത്തെ ഒരു പോയിന്റ് കോൺസിക്വൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ഒരു പോയിന്റാണ് ഇൻഡക്കേറ്റ് ഡ്യൂറബിലിറ്റിൻ്റെ അവസാനത്തെ ഒരു കോൺസിക്വൻസ്. അവസാനത്തെതൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ടാവും, നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഇവിടെ പറയുന്നത് അറ്റാക്ക് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് ലൈക്ക് വെതറിങ്. ഡ്യൂറബിലിറ്റി കുറവായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ അറ്റാക്ക് വരും. മഴ, കാറ്റ്, വെയിൽ, അതുപോലെ തന്നെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഫ്രോസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, അതിന് വെതറിങ്ങിന് കാരണമാവും. ഇങ്ങനെ വെതറിങ് എന്ന് പറഞ്ഞാൽ അവിടെ പൊളിഞ്ഞ് പോരുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറയും അല്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള പ്ലാസ്റ്ററിങ്, കുറേ കാലം നിൽക്കുന്ന പ്ലാസ്റ്ററിങ് ആണെങ്കിൽ ഈ പ്രശ്നമില്ല. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള സ്റ്റോൺ ആണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ അറ്റാക്ക് ഉണ്ടാകില്ല അല്ലേ, കെമിക്കൽ അറ്റാക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ എന്താണ്, ഇന്നഡക്കേറ്റ് ഡ്യൂറബിലിറ്റി ആണെങ്കിൽ ഇത്തരത്തിലുള്ള കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവും. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും എക്സ്ട്രാ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും, നിങ്ങൾ ഒക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. അതൊക്കെ കൂട്ടിച്ചേർന്നിട്ട് നമ്മൾ അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.